കഥയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി PM മുഹമ്മദ് റിയാസ് വിലയിരുത്തി. ബേപ്പൂർ സുൽത്താന് ആകാശമിഠായി എന്ന പേരിലാണ് കോഴിക്കോട് സ്മാരകം ഒരുങ്ങുന്നത്. വയലാലിൽ വീടെത്തുന്നതിന് മുൻപ് ബേപ്പൂർ BC റോഡിലാണ് മന്ദിരം. കഥകളുറങ്ങുന്ന മണ്ണിൽ പ്രൗഢിയോടെ ഒരുങ്ങുകയാണ് കഥാകാരന്റേത് മാത്രമായ ഇടം. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ 7.37 കോടി രൂപ ചെലവിൽ കോർപ്പറേഷൻ നൽകിയ സ്ഥലത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. സ്ഥലം മന്ത്രി PM മുഹമ്മദ് റിയാസ് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തി. ബഷീറിനെ സ്നേഹിക്കുന്നവരുടെ മുഴുവൻ ആഗ്രഹമാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ ഇതൊരു വലിയ പദ്ധതിയായിട്ടാണ് കാണുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനോട് എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു ടീം വർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു അഭിമാന കേന്ദ്രമായി ഈ ബേപ്പൂർ സുൽത്താൻ്റെ ഈ കേന്ദ്രത്തെ മാറ്റി തീർക്കുക. ഇന്ത്യയിൽ ആദ്യമായി ഒരു ലിറ്റററി സർക്യൂട്ടിൻ്റെ തുടക്കം കുറിക്കുന്ന കേന്ദ്രം കൂടിയാണിത്. ലിറ്റററി സർക്യൂട്ട് ഇനി പടരാൻ വേണ്ടി പോവുകയാണ്. അക്ഷരത്തോട്ടം, കമ്മ്യൂണിറ്റി ഹാൾ, കുട്ടികളുടെ കളിസ്ഥലം, വാക്വേ, ഫുഡ് സ്റ്റാൾ തുടങ്ങിയവയാണ് ആകാശമിഠായിയുടെ ഭാഗമായി വരുന്നത്. സ്മാരകം യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമെന്ന് ബഷീറിന്റെ മകൻ അനസ് ബഷീറും ഷാഹിന ബഷീറും വ്യക്തമാക്കി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട്ടെ ലിറ്റററി സർക്യൂട്ട് പ്രാവർത്തികമാകുന്നതിന്റെ ഭാഗമായാണ് സ്മാരകം ഒരുങ്ങുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.